സാർ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സിനോട് തന്നെയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന് കോപ്പപ്പ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതായത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ താഴ്ന്ന നിരക്കിൽ നിൽക്കുന്ന ഒരു CPI റേഷ്യോ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കൂടാതെ GDP-യിലേക്ക് പോവുകയാണെങ്കിൽ വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു നമ്പർ കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. മറുവശം പരിശോധിക്കുകയാണെങ്കിൽ രൂപയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ട്. കൂടാതെ ഒരു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോകൾ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്കുകളും ചെറിയ രീതിയിലുള്ള ഒരു ചലഞ്ചസ് ഒക്കെ തന്നെ നിലവിലിപ്പോൾ നേരിട്ടുകൊണ്ടും ഇരിക്കുന്നു. ഈ ഒരു സിറ്റുവേഷനുകളോടൊക്കെ തന്നെ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ RBIയുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നാണ് സാർ കാണുന്നത്? നമുക്ക് ഒരു കാര്യം ഞാൻ ഒന്ന് ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ 75 ബേസിസ് പോയിന്റ്സ് അപ്രന്റ് ആയിട്ട് റിപ്പോ റേറ്റ് കുറച്ചപ്പോഴും 100 ബേസിസ് പോയിന്റ്സ് CRR റേറ്റ് 3-4 ട്രാൻഷയിലായിട്ട് നവംബർ മാസം ആകുമ്പോഴേക്കും ലിക്വിഡിറ്റി കൊണ്ടുവരാമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചപ്പോഴും മോണിറ്ററി പോളിസി തീരുമാനിച്ചപ്പോഴും ഇന്ത്യയിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ക്വാർട്ടറിൽ റേറ്റ് കുറയ്ക്കുമെന്നൊക്കെ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജനറലി അത് ഉണ്ടാവില്ലെന്ന് തന്നെ നമുക്ക് അറിയാമായിരുന്നു. കാരണം അന്ന് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി പറഞ്ഞിരുന്നു, ഞങ്ങളിത് അപ്രന്റ് ആയിട്ട് ചെയ്യുകയാണ്, ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ ഇയറിന്റെ അപ്രന്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണ്. ആ ഒരു തോട്ട് പ്രോസസ് അനുസരിച്ച് ഞാനടക്കമുള്ള ആളുകൾ, ഒരു വലിയൊരു വിഭാഗം ആളുകൾ തീർച്ചയായിട്ടും പറഞ്ഞിരുന്നു, കഴിഞ്ഞ മോണിറ്ററി പോളിസി എന്തായാലും റേറ്റ് റിവൈസ് ചെയ്യാനുള്ള സാധ്യതയില്ല, താഴേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഉണ്ടായിരുന്ന ഒരു തോട്ട്, ഒരു എക്സ്പെക്ടേഷൻ, അങ്ങനെയാണെങ്കിൽ ഡിസംബറിലെ മോണിറ്ററി പോളിസിയിൽ റേറ്റ് കട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ എന്നാണ്. അത് വളരെ പ്രബലമായിട്ടൊരു തോട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഒരു തോട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റം, ഈ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം നമ്മൾ നേരത്തെ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ താഴേക്ക് പോന്നിരിക്കുന്നു. GDP റേറ്റ് ഗ്രോത്ത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ മേലേക്ക് പോയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ട് സിറ്റുവേഷൻ വന്നു. US റേറ്റ് താരിഫിന്റെ വല്ലാത്തൊരു ഇമ്പാക്ട് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇയറിലെ നമ്പേഴ്സിലൊന്നും കണ്ടിട്ടില്ല താനും. ഒക്ടോബറിലെ നമ്പറിൽ പോലും നമുക്ക് അത്രയാകുമ്പോഴത്തേനും വലിയ ചലഞ്ചോ ഇമ്പാക്റ്റോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു താഴേക്ക് വലിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഈ സാഹചര്യത്തിൽ നമുക്ക് റേറ്റ് കട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ജനറലി കാണാൻ സാധിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഇങ്ങനെയായിരുന്നു സാഹചര്യം ഈ കഴിഞ്ഞ ആഴ്ച വരെയെങ്കിലും പ്രത്യേകിച്ചും. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്ത് നമ്മൾ കാണുന്ന മറ്റൊരു വലിയ ചലഞ്ചാണ് റുപ്പി വീണ്ടും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീക്കായിക്കൊണ്ടിരിക്കുന്നത് എവർ ടൈം റെക്കോർഡാണ്. അതായത് എത്രയും നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അൺപ്രസിഡന്റഡ് ആയിട്ടുള്ളൊരു ലോ ലെവലിലാണ് റുപ്പി നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ റുപ്പി ലോ ലെവലിൽ നമ്മുടെ റേറ്റ് കട്ട് എന്ന് പറയുന്നത് റുപ്പി വീണ്ടും വീക്കം ചെയ്യും. അപ്പൊ ഇനി ഒരു ഫർദർ റേറ്റ് കട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിന്ന് വീണ്ടും റുപ്പി വീക്കം ചെയ്യുന്ന സാഹചര്യം, ഇപ്പൊ 90-ലെത്തി നിൽക്കുന്ന അല്ലെങ്കിൽ 90-ന് അടുത്ത് നിൽക്കുന്ന റുപ്പി വീണ്ടും അതിന് താഴേക്ക് പോകുള്ളൂ, 90-ന് മേലേക്ക് പോകും, റുപ്പി വീക്കം ചെയ്യും. അപ്പൊ ഈ ഒരു സാഹചര്യം കൂടെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, അതായത് ഡിസംബർ മാസത്തിൽ ഒരു റേറ്റ് കട്ടും കൂടെ പ്രതീക്ഷിക്കാം. 5.5% നിൽക്കുന്ന റീപ്പോ റേറ്റിനെ 5.25-ലേക്കോ അല്ലെങ്കിൽ 5% ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്തേക്കാം എന്നുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയിൽ നിന്ന് മാറിപ്പോകാനായിട്ടുള്ള കാരണങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റ് കൊണ്ടും ഗ്രോത്ത് റേറ്റ് കൊണ്ടും GST കുറവ് കൊണ്ടും എല്ലാം നമുക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അതേസമയം ഈ അഡീഷണൽ ആയിട്ടാണ് റുപ്പി വീക്കം ചെയ്യുന്ന ഒരു അഡീഷണൽ ചലഞ്ചും കൂടെ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നാളത്തെ മോണിറ്ററി പോളിസിയിൽ നമുക്കൊരു റേറ്റ് കട്ടിനെ കുറിച്ച് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു കൺക്ലൂഷൻ. അതുപോലെ തന്നെ പോളിസി സ്റ്റാൻസ് ഇപ്പോൾ ന്യൂട്രലാണ് നിൽക്കുന്നത്. അത് ഒരു സെക്ഷൻ ഓഫ് പീപ്പിൾ പറയുന്ന ഒരു പക്ഷേ അക്കോമഡേറ്റീവ് ആയിട്ടുള്ളതിലേക്ക് തന്നെ വീണ്ടും പോയേക്കാം എന്നാണ്. ഞാൻ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ ഞാനില്ല. അക്കോമഡേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു സാഹചര്യം ഇന്ന് ഇപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഇക്കോണമിയിൽ ഇല്ല. ന്യൂട്രൽ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും റിപ്പോ റേറ്റിലും ആ റേറ്റ് നമ്മൾ ആ സ്റ്റാൻസ് അല്ലെങ്കിൽ റിപ്പോ റേറ്റും അതുപോലെ തന്നെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള ഒരു സാധ്യതയാണ് നാളത്തെ മോണിറ്ററി പോളിസിയിലും ഞാൻ കാണുന്നത്. അതേസമയം 25 ബേസിസ് പോയിന്റ്സ് വരെ ഒരു മാറ്റം വന്നേക്കാം എന്ന് ഒരു സെക്ഷൻ ആളുകൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മോണിറ്ററി പോളിസിയുടെ ഒരു ഡിസിഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോഴും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അടുത്ത മോണിറ്ററി പോളിസി ഫെബ്രുവരി മാസത്തിലാണ്. പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം മോണിറ്ററി പോളിസി ഡിസിഷൻ വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നും അവർക്ക് കമ്പൽഷനൊന്നുമില്ല. ദേ ആർ ഫ്രീ ടു ടേക്ക് എ ഡിസിഷൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ അനുസരിച്ച്, ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങൾ അനുസരിച്ച്, US ട്രേഡ് താരിഫിന്റെ കാര്യങ്ങൾ അനുസരിച്ച്, ഇൻഫ്ലേഷന്റെ കാര്യങ്ങൾ അനുസരിച്ച്, ലിക്വിഡിറ്റി അനുസരിച്ച്, ഗ്രോത്തിനെ അനുസരിച്ച് കൊണ്ടെല്ലാം ഏത് നിമിഷവും യുക്തമായിട്ടുള്ള തീരുമാനം എടുക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ഫ്രീഡവും സ്വാതന്ത്ര്യവും പവറും അധികാരവും ഉള്ളതാണ്.
അതുകൊണ്ട് നാളെ തന്നെ അങ്ങനെ നിർബന്ധമായിട്ടും റേറ്റ് കട്ട് വരണമെന്ന് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലതാനും. അതേസമയം നമ്മൾ ജനുവരിയിലേക്ക് ഫെബ്രുവരിയിലേക്ക് പോകുമ്പോഴോ അതിന് മുൻപായിട്ടോ രാജ്യത്തിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും.